ഒറ്റയടിക്കത് പറയാൻ പറ്റൂല, ഘട്ടം ഘട്ടായിട്ട്. അതിന് മുജാഹിദ് പറയുന്ന കുറെ നൊണ്ടി ന്യായങ്ങളുണ്ട്. മുജാഹിദിന് ഇപ്പോ ഖലീൽ തങ്ങൾ പാപ്പാന്റെ ഒരു സ്വലാത്ത്, മർക്കസിലൊരു മുടി, ഇതൊന്നും മാത്രല്ല പ്രശ്നം. ഓൽക്ക് മുഹമ്മദുർ റസൂൽ എന്ന പ്രശ്നം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അത് ഒറ്റയടിക്ക് പറയാൻ കഴിയാത്തോണ്ടാണ് മുജാഹിദ് എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തത് പാപ്പാന്റെ പെണ്ണെടുത്തച്ച മാതിരിയാണ്. എന്നാലോ സംഗതി അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ സനത് കിട്ടിയാൽ ഞങ്ങൾ കുടിക്കും. പക്ഷെ സനത് ഉള്ളത് ദുനിയാവിലില്ല. രക്ഷപ്പെട്ടില്ലേ? ഇതാണ് സഹോദരന്മാരെ. ഇനി സ്വലാത്തിലുള്ള വിഷയത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ മേമാക്കിയല്ല. എന്തിനാ അതിന്റെ പിന്നിലൊരു സ്വലാത്ത് എന്നാ മുജാഹിദിന് ലാസ്റ്റ് ചോദിക്കാറുള്ളത്. പക്ഷെ അതിനെന്ത് വേണം? ഒറ്റയടിക്ക് മെല്ലെ മെല്ലെ മനസ്സു പാകപ്പെടുത്തണം. അതിന് മുജാഹിദ് ആദ്യം കൊണ്ടുവന്ന പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്ത് മാത്രമേ ചെല്ലാൻ പാടുള്ളൂ, വേറൊന്നും ചെല്ലാൻ പാടില്ല എന്നാണ്. സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്തൊരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സ്വലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാത്ത പുതിയത് പാടില്ല. ഇനി ഏതാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അത് അത്തയ്യാത്ത് ചെല്ലണ അല്ലാഹുമ്മ സ്വല്ലിയാണ് എന്ന് വേറൊരു മൗലവി. സലാത്ത് എന്ന് പറയുന്ന നിസ്കാരത്തിൽ ചൊല്ലുന്ന നമ്മൾ ആ സലാത്തുണ്ടല്ലോ, അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. ആ സലാത്തിന് 1ന് 10 നന്മ നമുക്ക് ലഭിക്കുന്നതാണ് ആ സലാത്ത്. അപ്പൊ ഇബ്രാഹിമി സ്വലാത്ത്, അതായത് അത്തയ്യാത്ത് ചെല്ലണ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് തുടങ്ങണ ആ സ്വലാത്ത് മാത്രമേ മുസ്ലിം ചെല്ലാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതെന്തായാലും നിഷേധിക്കാൻ പറ്റില്ല, നിസ്കാരത്തിന്റെ ഫർളാണ്. അപ്പൊ അയിമത്തോടണ്ട, ബാക്കിയൊക്കെയാണ് വെട്ടിമുറിച്ച. ഇതാണ് മുജാഹിദിന്റെ ഒന്നാം പദ്ധതി. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ നോക്കിപ്പോ മുജാഹിദ് തൊപ്പിയിടും, നീട്ടി വേലറൊക്കെ ചെയ്യും. അതിലാരും പെട്ടുപോകണ്ട. അത് പണ്ടെന്താ വെച്ചാൽ മുജാഹിദ് ഇതൊക്കെ ഒഴിവാക്കിയതാ. എങ്ങനെ? ഈ തലീക്കെട്ടും നീട്ടി വയലറച്ചിലൊക്കെ മോശമല്ല. നേരത്തെ ഹുസൈൻ സലഫി ഇങ്ങനെ പറഞ്ഞു നോക്കാൻ നിങ്ങൾ എന്തോ ഒരു അലാസ്റ്റിക്. പണ്ട് ബല് വന്ന് കണ്ട് ചോദിക്കൽ എന്തിനാ മക്കാനിപ്പീടിയിൽ ഒരു ചായ തരുമോ ചോദിച്ചേണ്ട കാര്യമുണ്ട്, ഒരു ചായാട്ടിക്കാരനാ പോരേന്നാ. ഇപ്പൊ മുജാഹിദ് ചോദിക്കണ മുഴുവൻ ഒരു ചായ തരുമോന്നാ. കണ്ടങ്ങൾ കാരണം എന്താ അറിയോ? പണ്ട് ഇതൊക്കെ മോശമാച്ചെടുത്തതാ. പക്ഷെ ഇപ്പൊ എ പി ഉസ്താദ് അമേരിക്കയിലെ അലാസ്റ്റിക് വേറെ ഇംഗ്ലീഷ് പറയണത്. അന്നാ പിന്നെ നമ്മളിതാ തുടങ്ങിക്കാളാന്ന് മുജാഹിദ് എടുത്തിയതാ. കണ്ടങ്ങള് അതേമാതിരി മുജാഹിദ് തൊപ്പിട്ട് കാണും, തല മറിച്ച് കണ്ടൊക്കെ ഇടക്ക് കാണും. പക്ഷെ അത് കാക്ക നടത്തം പഠിച്ച മാതിരിയാ. മുജാഹിദ് മൗലവിമാരെപ്പ കണ്ടങ്ങള് മുജാഹിദീങ്ങളൊക്കെ 2 പാസ്പോർട്ട് ഇട്ടാ നടക്കണേ. സൺ ഓഫും പോസ്റ്റ് ഓഫീസൊക്കെ ഒന്നാ, പക്ഷെ ആള് വ്യത്യാസം. ഒരു മൗലവിന്റെ 2 കോല. കാരണം തരങ്ങള് പണ്ട് ഈ തലീക്കെട്ട് മോശം ചാച്ച അത് എടുത്തുവെച്ച് കണ്ട് അറബിൻ ഷിപ്പണിക്ക് സ്കൂളിൽ പോയി. പക്ഷെ ഇപ്പൊ നല്ല ഡിഗ്രി, ME, MBA, MPhil ഒക്കെ പാസ്സായ സഖാഫികള് സ്കൂളിൽ UP-ലും ഹൈസ്കൂളിലൊക്കെ അങ്ങനെ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ അത് നല്ല അത്തറിന്റെ മണം, നല്ല ചുകളുള്ള തലീക്കെട്ട്, ഇതൊരു മട്ടം തന്നെയാട്ടോ. അങ്ങനെ മൗലവിമാരൊന്ന് കെട്ടിയൊക്കാൻ നോക്കി. പക്ഷെ ഇപ്പൊ എന്തോ വെച്ചാല് ഒടിയനും അല്ല തൊലിയനും അല്ല കോലത്തില. അതാണ് ഇത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത് ഏതാണ്? മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു ബിഹാ അശ്റാ. എന്റെ പേരിൽ ഒരു പ്രത്യേകമായ സ്വലാത്ത് എന്ന് ഹബീബ് പറഞ്ഞിട്ടില്ല. ഏത് ഗുണമെന്റെ പേരിൽ പറഞ്ഞാലും, ഏത് മദ്ഹന്റെ പേരിൽ പറഞ്ഞാലും ഒരു മദ്ഹിന് 10 ഇരട്ടി ഗുണമുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങൾ ഗുണം പറഞ്ഞോളൂ എന്നേ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ, അല്ലാഹുമ്മ സ്വല്ലി മാത്രം ചെല്ലണം എന്നല്ല. പക്ഷേ മുജാഹിദിന് ഇത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. വെട്ടിച്ചുരുക്കി ഇങ്ങനെ റേഷൻ കാർഡ് ചുരുക്കി കൊണ്ടുവരാ. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി മുജാഹിദ് ഇപ്പൊ ഉദ്ദേശിച്ചെന്താ വെച്ചാൽ നാട്ടിൽ നടക്കണ ഇജാതി സ്വലാത്തുകളൊക്കെ നിഷേധിക്കുക. പക്ഷെ കള്ളം പറഞ്ഞാൽ എന്തുണ്ടാവും? വൈരുദ്ധ്യം ഉണ്ടാവും. അത്തയ്യാത്ത് ചൊല്ലണ സ്വലാത്ത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ അതേ മുജാഹിദീങ്ങൾ ചില സ്വലാത്തിലുണ്ട്. അത് അത്തയ്യാത്തിലും ഇല്ല, ഹദീസിലും ഇല്ല. അതൊന്ന് കേട്ടോളി മൗലവിമാരെ ചില സ്വലാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. മുജാഹിദിന്റെ മൊരട ഇങ്ങനൊരു സ്വലാത്ത് ഹദീസിലുണ്ടോ? ഇങ്ങനൊരു സ്വലാത്ത് അത്തയ്യാത്തിലുണ്ടോ? ഇനി സക്കരിയ സ്വലായി എന്നെ ചൊല്ലിക്കോട്ടെ സ്വലാത്ത്. വസല്ലല്ലാഹു അലാ നബിയിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കണ്ടങ്ങള് അത്തഹിയാത്തിലെ അല്ലാഹുമ്മ സ്വല്ലി മാത്രമേ ചെല്ലാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഏച്ചൂട്ടിയാ മുഴച്ചിരിക്കുന്നു പറഞ്ഞ മാതിരി കളവ് പറഞ്ഞാണ്ടാണ് വിഡിത്തതൊക്കെ. അതുകൊണ്ടാ മുജാഹിദ് മുന്നുകാര്യം വരാനയക്കാത്ത, വിവരമുള്ളോലെ വരാനയക്കൂല. കുഞ്ഞാടുകളെ മാത്രം ഇരുത്തി ഓലിങ്ങനെ എന്താ വെച്ചാൽ അത് കതിറിട്ട കുറച്ച് വെയിറ്റാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ മാമനാസല്ലാണ്ട് ഇങ്ങനെ കുത്തിർക്കുക. താനി വിഡിത്താവും. വേറെ ചില ഒളിയത്തർച്ചി 1 കിലോ ഏറെ കിട്ടുമല്ലോ വിചാരിച്ച് ഈമാൻ കൊണ്ട് അതിലും നിൽക്കുക.
സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. അങ്ങനെ ഏതെങ്കിലും മൗലവിമാർക്ക് മുജാഹിദ് പറയണമെന്നുണ്ടെങ്കിൽ കതറ് കഴിച്ചു മുജാഹിദ് പറയാൻ വരും, മര്യാദയ്ക്ക് ഞങ്ങൾ മറുപടി പറഞ്ഞുതരാം. അതാ അന്തസ്. അത്രേ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഇരിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്. എന്നിട്ട് ഈ സ്വലാത്ത് മുടക്കാൻ മുജാഹിദ് കണ്ടെത്തിയ ഒരു മാർഗം എന്താ അറിയോ? സ്വലാത്തിന് എന്ത് ചെയ്യും? ഇപ്പൊ ഒരു മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ ചൊല്ലാൻ കഴിഞ്ഞോളന്നില്ല. അപ്പൊ എല്ലാവർക്കും ആ മഹല്ലത്തിൽ സൗകര്യമുള്ള ഒരു ദിവസം നിശ്ചയിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്വലാത്ത്. ആ സ്വലാത്ത് എല്ലാവരും അറിയാനും ആളുകൾ എത്തിപ്പെടാനും ഓർമ്മിക്കാനും വേണ്ടി ചിലപ്പോൾ ഒരു നോട്ടീസ് അടിച്ചു, അല്ലെങ്കിൽ ഒരു പരസ്യം കൊടുക്കും. ഇതൊക്കെ സ്വാഭാവികല്ലേ? എന്നിട്ട് മുജാഹിദ് എന്ത് ചെയ്യാണ്? ഈ സംഗതി മുടക്കാൻ വേണ്ടിയാണ് ചില ബാലിശവാദം കൊണ്ടുവരാം. എന്താ മൂപ്പര് പറയുന്ന അറിയോ? സ്വലാത്ത് എല്ലാം എന്തിനാ പരസ്യം? നിസ്കാരത്തിനൊരു പരസ്യം ഉണ്ടോന്നാ. പരസ്യം എന്ന് പറഞ്ഞാൽ അറിയിപ്പ് എന്നല്ലേ? ചെങ്ങായിമാരെ, നിസ്കാരത്തിന്റെ അറിയിപ്പല്ല 5 വക്തിലെ വാങ്ക്. ഒരു ഫർളുകാരെ അറിയിപ്പും പരസ്യം ഇല്ലാതെ നിർവഹിക്കുന്നുണ്ടോ മാപ്പിളായിരിക്കും? പക്ഷെ വിഡ്ഢിത്തണ് പറയണേ. അങ്ങനെ മൂപ്പരെ സ്വലാത്തിന് പരസ്യം ചെയ്യാൻ പറ്റൂല, ഇബാദത്തിന് പരസ്യം ഉണ്ടാവില്ല, പരസ്യം ബിസിനസ്സാന്ന് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് മുടക്കണ കേട്ടോളി. നടക്കുന്നതോ കടം വീടുവാൻ, പോയ ഭർത്താവ് തിരിച്ചു വരുവാൻ, മാറാരോഗങ്ങൾക്ക് ഫലസിദ്ധി, പേപ്പട്ടി വിഷ നിവാരണത്തിന്, ഇങ്ങനെ കുറെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സന്ദർശിച്ച് സായുജ്യമടയുക എന്ന് പറഞ്ഞു വലിയ പരസ്യം കൊടുത്ത ആളുകളെ ക്ഷണിക്കുകയാണ്. ഇബാദത്താണെങ്കിൽ പുണ്യമാണെങ്കിൽ പരസ്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിസ്കാരത്തിന് ഇപ്പൊ പരസ്യം ഉണ്ടോ? ദുഹർ, അസർ, മഗ്രിബ് സന്ദർശിച്ച് നമസ്കരിക്കുക. സുന്നി മസ്ജിദ് കുഴിപ്പുറം എന്താ കൊടുക്കാത്തത്? നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ, നിങ്ങൾക്ക് അല്ലാഹുവിൽ ദർജ കിട്ടുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ തന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ സന്ദർശിച്ച് നമസ്കരിക്കുക. ദുഹർ, അസർ, മഗ്രിബ്. ദുഹർ 4 റക്അത്ത്, അസർ 4 റക്അത്ത്. അങ്ങനെ കൊടുക്കുന്നുണ്ടോ? അത് ബിസിനസ്സാ. അഡ്വർടൈസ്മെന്റ് ഈസ് ദ കീ ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ താക്കോലാണ് പരസ്യം. കാരണം ലേലം ചെയ്തെടുക്കുക. ബിസിനസിന്റെ അടയാളം അത്രേ പരസ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കി. സ്വലാത്ത് പരസ്യം ചെയ്തതുകൊണ്ട് ജാതിന്ന് പുറത്താണെങ്കിൽ ഹജ്ജ് അതിനേക്കാളും ഹജ്ജ് നിർബന്ധ, സ്വലാത്ത് പുണ്യ. ഈ ഹജ്ജിന് പരസ്യം ചെയ്താൽ അതിന്റെ ഹുക്കും എന്താ? സക്കരിയ സുലൈയൊക്കെയാണ് നിങ്ങൾ സ്വന്തം പ്രസിദ്ധീകരണത്തിൽ ഹജ്ജിന്റെ പരസ്യം. നല്ല സുഖമുള്ള യാത്ര, നല്ല പള്ളർച്ച് തിന്ന ഹജ്ജിന്റെ പരസ്യമാണ്. ഇത് ബിസിനസ്സായ ഇബാദത്തോ? മുജാഹിദേ, ഞങ്ങളോട് കളിക്കാൻ ആദർശപരമായി നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഞങ്ങൾ എത്രയോ നിങ്ങളെ അത് ബോധ്യപ്പെടുത്തിയതല്ലേ? അതുകൊണ്ട് പറയലാണോ താല്പര്യം? ഞങ്ങളെ മര്യാദയൊക്കെ ഞങ്ങൾ കാട്ടിക്കണ്. നിങ്ങൾ അടക്കം വിളിച്ച് തക്കരിച്ചാണ്ട് പറഞ്ഞുതരാന്ന് ഞങ്ങൾ തീരുമാനിച്ചിക്കണ്. ഇനി കിട്ടണില്ലെങ്കിൽ പോണ വൈക്ക് തോളിച്ച് എന്നെ ചോദിച്ചു. മനസ്സിലായില്ലേ? ഞങ്ങൾ തിരിയണോൽക്കൊക്കെ തിരിയാൻ വേണ്ടുള്ള കോലത്തിൽ നാട്ടിൽ അങ്ങാടിയിൽ ഒച്ചയും വിളി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതിയല്ല, ഞങ്ങളെ മുന്നിൽ കോല കൊണ്ടുവരാം.